ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഓണത്തിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചവ്വരി പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം വേണ്ടത് ചവ്വരിയാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചവ്വരി നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയിട്ട് എടുക്കണം. ചവ്വരി ഇപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുതിർത്താൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് 1 മണിക്കൂർ ഇതൊന്ന് കുതിർത്താനായി മാറ്റി വയ്ക്കുന്നത്. ഞാനിപ്പോൾ 1 മണിക്കൂറാണ് ഇത് കുതിർത്താനായി മാറ്റി വെച്ചിരുന്നത്. ഇതിപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ചവ്വരിയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം ഒരു അരിപ്പയിലേക്കിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര നമുക്കിതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. പഞ്ചസാര ഇപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് മെൽറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് ഇനി ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നതുവരെ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഫ്ലെയിം എപ്പോഴും കുറച്ച് വെച്ചിട്ട് വേണം ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പഞ്ചസാര കരിഞ്ഞു പോയി ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ട് ഫ്ലെയിം നന്നായിട്ട് ഇനി ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാനായിട്ട്. പഞ്ചസാരയെല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. ഞാനിപ്പോൾ 1/2 ലിറ്റർ പാലിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. തിളപ്പിച്ചെടുത്തിട്ടുള്ള പാല് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ പഞ്ചസാര കാരമലൈസ് ചെയ്തതിലേക്ക് തണുത്ത പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പാല് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. പാലും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാല് ചേർത്ത് കൊടുക്കുമ്പോൾ പഞ്ചസാരയെല്ലാം ഒന്ന് കട്ട പിടിക്കുന്നതായിട്ട് തോന്നും. അത് കുഴപ്പമില്ല. ചൂടായ പാലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ പാലിൽ നന്നായിട്ട് തന്നെ ആ പഞ്ചസാരയെല്ലാം ഒന്ന് മെൽറ്റായി വരും. ഇതിപ്പോൾ പഞ്ചസാരയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റായി പാലെല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള ചവ്വരി, അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചവ്വരിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി കൈയെടുക്കാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചവ്വരിയെല്ലാം ഈ പാലിൽ കിടന്ന് നന്നായിട്ട് ഇനി ഒന്ന് കുക്കായി വരണം. അതുവരെ കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ ചവ്വരിയെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് കുക്കായി ഒന്നും കൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നേരത്തെ 1/4 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മധുരം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത്, കുറവാണെങ്കിൽ കുറവ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിനെക്കാട്ടി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഈ പഞ്ചസാരയെല്ലാം ഒന്ന് മെൽറ്റായി വരുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ പഞ്ചസാരയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റായി പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ലാസ്റ്റ് നമുക്കിതിലേക്ക് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള കിസ്മിസും കാഷ്യൂവും കൂടെ ചേർത്ത് കൊടുക്കാം. ആ വറുത്തെടുത്തിട്ടുള്ള നെയ്യോടുകൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ചവ്വരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ.